ഫ്രഞ്ച് വിപ്ലവത്തിനു മുന്നേ ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയുടെ ഒരു ഘടനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ 3 എസ്റ്റേറ്റുകളായിട്ടാണ് സമൂഹത്തെ തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരും, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും, കർഷകർ, കൈത്തൊഴിലുകാർ എന്നിങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റിലുള്ളവർക്ക് നികുതി അവർക്ക് ഉണ്ടായിരുന്നില്ല. അതിനു പുറമെ സമൂഹത്തിലുണ്ടായിരുന്ന സമ്പത്തിന്റെ ഭൂരിഭാഗവും കയ്യിൽ വെച്ചിരുന്നത് അവരായിരുന്നു. എന്നാൽ ഭൂരിഭാഗം വരുന്ന മൂന്നാം എസ്റ്റേറ്റിലുള്ളവർക്ക് നികുതി അടക്കണം എന്നതു മാത്രമല്ല, അവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ യാതൊരുവിധ അധികാരവും ഉണ്ടായിരുന്നില്ല.